നമ്മൾ ജയന്റ് ഗൗരാമി മത്സ്യങ്ങളെ വാങ്ങുന്ന ഫാമാണ് ഈ കാണുന്നത്. നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കളപ്പുരയ്ക്കൽ ഗൗരാമി ഫിഷ് ഫാം എന്നാണ് ഈ ഒരു ജയന്റ് ഗൗരാമി ഫാമിന്റെ പേര്. നമ്മൾ എന്തിനാണ് ഇപ്പോൾ വിസിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വെറൈറ്റി ജയന്റ് ഗൗരാമികളുടെയും വലിയ സൈസിനെ കാണിക്കാൻ പറ്റുമെന്നുള്ളത്. ഒരു ദിവസം മുമ്പ് ഇവിടുത്തെ ടാങ്കുകളിലെല്ലാം വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ടാങ്കുകളിലൊക്കെ ഇപ്പോൾ വാട്ടർ ലെവൽ വളരെ ലോ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മീനുകളെ കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് വലിയ സൈസ് മീനുകളെ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആൽഗ അടിച്ചാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനെയും ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളെയും പറ്റാവുന്ന രീതിയിലൊക്കെ ക്ലോസപ്പ് ആയിട്ട് കാണിക്കാനായിട്ട് ശ്രമിക്കാം. ഇത് വലിയ സൈസ് ആൽബിനോകൾ കിടക്കുന്ന ടാങ്കാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ചെറിയ സൈസ് പോലെയൊക്കെ തോന്നും, പക്ഷേ അതിനകത്ത് കിടക്കുന്ന അത്യാവശ്യം സൈസ് ഉള്ളതാണ്. 1 ഫീറ്റിന് മേലെ സൈസ് ഉള്ളതൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വേറെയും മീനുകൾ കിടക്കുന്നുണ്ട്. അത് റെഡ് ടൈലുകളാണ്. റെഡ് ടൈലുകൾ ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് സൈസ് വരുന്നത് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറിൽ ചെറിയ മീനുകൾ നീങ്ങുന്നത് കാണാം. അത് റെഡ് ടൈൽ ജയന്റ് ഗൗരാമികളാണ്. റെഡ് ടൈലിൻ്റെ ഒക്കെ അഡൾട്ട് സൈസുകൾ അവിടെ സെപ്പറേറ്റ് വേറെ ടാങ്കിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു മീൻ വളർത്തൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഫിഷ് കീപ്പിംഗ് ഫീൽഡിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള 1-2 യൂട്യൂബേഴ്സ് ഒക്കെ ഇവിടെ വിസിറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ഗിരീഷ് അങ്ങാടിപ്പുറം ഗപ്പി വളർത്തൽ എന്ന് പറയുന്ന ഒരു ചാനലാണ് ആൾക്കുള്ളത്. ഏകദേശം 500K ഒക്കെ ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അതുപോലെ തന്നെ എവരിത്തിങ് യദ് ബ്രോ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അതുപോലെ തന്നെ ഞാനിവിടെ വന്ന സമയത്ത് ഓൾറെഡി കുറേ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അങ്കമാലിയിൽ നിന്നൊക്കെ വന്നവരാണ്. അപ്പോൾ അവർ കുറേ മീനുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. റെഡ് ടൈൽ, ആൽബിനൊക്കെ. അതിൽ ഈ കാണുന്ന റെഡ് ടൈൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് കിടക്കുന്ന ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് സൈസ് വരുന്നത് അത് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാമിലെ ചേട്ടൻ ഇതിലിറങ്ങിയിട്ട് റെഡ് ടൈലുകൾ പിടിച്ച് ഒരു ബക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരു വീഡിയോ ക്ലിപ്പായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിക്കാം. റെഡ് ടൈൽ, ആൽബിനോ, പിങ്ക്, ബ്ലാക്ക് ഇതിൻ്റെ എല്ലാം എല്ലാ സൈസ് കുഞ്ഞുങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇതാണ് ആ കസ്റ്റമേഴ്സ് വാങ്ങിയ ചില പീസുകൾ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് റെഡ് ടൈൽ എടുക്കുന്നുണ്ട്. ഞാൻ കാണിക്കാം. കണ്ടില്ലേ, ഇത് അത്യാവശ്യം സൈസുള്ള പീസാണ്. ഇതിന് ഏകദേശം 5 ഇഞ്ച് 6 ഇഞ്ച് സൈസ് വരുന്നതാണ്. ഈ കാണുന്നതിലും കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള സൈസുകളൊക്കെ നമ്മളിപ്പോൾ കാണിച്ച ആ ഒരു ടാങ്കിൽ കിടക്കുന്നുണ്ട്. ഇത് കൂടാതെ 2 ഇഞ്ച് 3 ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങൾ വേറെ അവിടെ സെപ്പറേറ്റ് ടാങ്കിൽ കിടക്കുന്നുണ്ട്. അതും ഞാൻ കാണിക്കാം. അപ്പോൾ ഈ റെഡ് ടൈൽ ജയന്റ് ഗൗരാമികളുടെ കുഞ്ഞുങ്ങൾ പല സൈസിലുള്ളത് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമർ റിക്വസ്റ്റ് വരുന്നുണ്ട്. ദേ ഈ കാണുന്ന ടാങ്കിലാണ് നമ്മുടെ റെഡ് ടൈൽ ജയന്റ് ഗൗരാമികളുടെ വലിയ സൈസുകൾ കിടക്കുന്നത്. ഇപ്പോൾ വെള്ളം അത്യാവശ്യം ക്ലിയർ ആയതുകൊണ്ട് ഇവരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ടാങ്കിൽ വേറെ കുറേ നാടൻ മീനുകളും കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ ചെറിയ മീനുകളും അതുപോലെ തന്നെ മുഷി ഇനത്തിൽപ്പെട്ടതൊക്കെ കിടക്കുന്നുണ്ട്. അത് ഈ അടുത്തുള്ള ഒരു കുളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ റെഡ് ടൈൽ ജയന്റ് ഗൗരാമികളുടെ ഒക്കെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്ന് തന്നെ വിറ്റ് പോകുന്ന ഒരു വെറൈറ്റിയാണ് ഈ റെഡ് ടൈൽ. ഇപ്പോൾ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ബാച്ച് ബ്രീഡായി ഇറങ്ങിയതാണ്. അതിന് മുമ്പത്തെ ബാച്ചിൽ നിന്നായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രീഡിങ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറങ്ങി ഏതാനും മാസങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കുഞ്ഞുങ്ങളെ വാങ്ങിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാനായിട്ട് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാം വിസിറ്റ് ചെയ്യാം. ഫാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൾക്കായിട്ടോ ലൂസായിട്ടൊക്കെ വാങ്ങാം. അതായത് ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാം വിസിറ്റ് ചെയ്താൽ വാങ്ങാവുന്നതാണ്. പിന്നെ പല ആൾക്കാരും നമ്മളോട് ചോദിച്ചൊരു കാര്യം കൊറിയർ സർവീസ് ഉണ്ടോ എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ നോർമൽ കൊറിയർ സർവീസ് ഇല്ല. അതിന് പകരം ഹൈവേ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഫാമിൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഈ കാണുന്ന പോണ്ടിൽ കിടക്കുന്നത് ബ്ലാക്ക് വെറൈറ്റി ആണ്. ബ്ലാക്ക് ഒന്നും നമുക്ക് മുമ്പ് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ കിടക്കുന്ന അത്യാവശ്യം മാസീവ് സൈസ് ഉള്ളതാട്ടോ. അതായത് ഓൾമോസ്റ്റ് 2 ഫീറ്റ് വരുന്നതൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ, ഈ താഴെ നീങ്ങുന്നത് ഇത് 2 ഫീറ്റ് സൈസ് വരുന്നതാണ്. ഈ 2 ഫീറ്റ് വരുന്ന വലിയ സൈസുകളൊക്കെ 10 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിന് തൊട്ട് താഴെയൊക്കെ പ്രായം വരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ജയന്റ് ഗൗരാമികൾ അത്യാവശ്യം ആയുസുള്ള മീനുകളാണ്. റഫായിട്ട് പറയുമ്പോൾ 20 വർഷമൊക്കെയാണ് പറയുക. പക്ഷേ അങ്ങനെയല്ല, ഫാമുകളിൽ എല്ലാവരും പറയുന്നത് 30-35 വർഷം വരെയൊക്കെ ആയുസുള്ള മീനുകളാണെന്നാണ്. കാരണം അത്രയും പ്രായമുള്ള മീനുകൾ ഇപ്പോൾ പല ഫാമുകളിലും ഓൾറെഡി ഉണ്ട്. 40 വയസ്സുള്ളത് വരെ ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ടാങ്കിൽ കിടക്കുന്നത് പിങ്ക് ജയന്റ് ഗൗരാമികളുടെ അഡൾട്ട് സൈസുകളാണ്. ഇതിനകത്ത് 2 ഫീറ്റ് സൈസുള്ളത് വരെ കിടക്കുന്നുണ്ട്. ആ അറ്റത്ത് കിടന്ന് നടക്കുന്നത് ഏകദേശം 2 ഫീറ്റ് വരുന്നതാണ്. ഇതിനകത്ത് അത്യാവശ്യം ആൽഗെ വാട്ടർ ആണ്. എങ്കിലും വെള്ളത്തിൻ്റെ ലെവൽ കുറവായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയുടെ സെൻറ്റർ ഭാഗത്ത് കൂടി ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നത് കണ്ടില്ലേ, അത് 2 ഫീറ്റ് സൈസുള്ള പിങ്ക് ജയന്റ് ഗൗരാമിയാണ്. ഏകദേശം 10 വയസ്സ് പ്രായമുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയന്റ് ഗൗരാമികൾ പൈസ മുതലാവുന്ന മീനുകൾ തന്നെയാണ്. നല്ല ഹാർഡി ആയിട്ടുള്ള മീനുകളാണ്, നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള മീനുകളാണ്. അതായത് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന മീനുകളല്ല. അതുപോലെ തന്നെ നല്ല സൈസ് വെക്കുന്ന മീനുകളാണ്. മാത്രമല്ല മറ്റു പല മീനുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റിയ മീനുകളുമാണ്. ഇവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് വെള്ളത്തിൽ എയറേഷൻ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്ത് വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. പക്ഷേ എയറേഷൻ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ കൺട്രോൾഡ് എൻവയോൺമെൻറ്റിലൊക്കെ ഇവരെ വളർത്തുമ്പോൾ വെള്ളം നല്ല കണ്ടീഷനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മീനുകളെ കുറിച്ച് പറയാൻ പറ്റിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാ തരത്തിലുള്ള ഫുഡുകളും കഴിക്കുന്നുള്ളതാണ്. അതായത് പെല്ലറ്റ് ഫുഡ്, നോൺ വെജ് വെറൈറ്റികൾ, അതുപോലെ വെജിറ്റേറിയൻ ഫുഡുകൾ നല്ല രീതിയിൽ ഇവർ കഴിക്കും. അതായത് ഇലവർഗ്ഗങ്ങൾ പോലുള്ള സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ഫുഡ് കോസ്റ്റ് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വലിയ സൈസ് ജയന്റ് ഗൗരാമികളെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റി ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കുഞ്ഞുങ്ങളെ കാണിക്കാം. കുഞ്ഞുങ്ങൾ പല സൈസിൽ വരുന്നുണ്ട്. 2-2.5 ഇഞ്ച്, 3-3.5 ഇഞ്ചിൻ്റെ ഒക്കെ വരുന്നുണ്ട്. എല്ലാ വെറൈറ്റിയും വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പിങ്ക് ജയന്റ് ഗൗരാമിയുടെ കുഞ്ഞുങ്ങളാണ്.
ഈ ഒരു ടാങ്കിനകത്ത് അത്യാവശ്യം നല്ല വോള്യത്തിൽ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ പ്രൈസ് പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ പിന്നെ അത് മാറ്റി പറയാനായിട്ട് സാധിക്കില്ല. കാരണം വൺസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കില്ല. ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണുന്നവരുണ്ടായിരിക്കും, 3 മാസം 6 മാസം കഴിഞ്ഞ് കാണുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോഴുള്ള പ്രൈസ് ആയിരിക്കണമെന്നില്ല. ആ സമയത്ത് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പ്രൈസ് പറയാത്തത്. അതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസിനായിട്ട് ഈ ഒരു ഫാമിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ വെറൈറ്റികളുടെയും സൈസ് ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഈ ഫാമിൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വെറൈറ്റികൾ ഏതൊക്കെ സൈസിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതെന്നൊക്കെ അറിയാനായിട്ട് പറ്റും. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സെയിൽ നടക്കുന്നതുകൊണ്ട് എല്ലാ വെറൈറ്റികളും അതിലെ എല്ലാ സൈസുകളും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഈ ഒരു ടാങ്കിൽ കിടക്കുന്നത് നമ്മുടെ പിങ്ക് ജയന്റ് ഗൗരാമികളുടെ 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ സൈസ് വരുന്ന കുഞ്ഞുങ്ങളാണ്. എല്ലാ കുഞ്ഞുങ്ങളും പല സൈസിൽ അവൈലബിൾ ആണ്. ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ ബജറ്റിനനുസരിച്ച് നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും ചൂസ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു വലിയ ടാങ്കിനകത്ത് കിടക്കുന്നത് നമ്മുടെ ആൽബിനോയുടെ കുഞ്ഞുങ്ങളാണ്. ഏകദേശം 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ സൈസ് വരുന്നതാണ് ഈ ഒരു ടാങ്കിൽ കിടക്കുന്നത്. പിന്നെ മുമ്പ് ചെയ്ത വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫാമിൽ നിന്ന് മീനുകളെ വാങ്ങുമ്പോൾ അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് കിടക്കുന്നത്. വലിയ സ്പേസ് ഉള്ള ടാങ്കുകളിൽ ആൽഗെ വാട്ടറിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പീസുകളെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മീനുകളെ കിട്ടുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഈ കാണുന്നത് നമ്മുടെ റെഡ് ടെയിലിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിനകത്ത് 2 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ സൈസ് വരുന്ന കുഞ്ഞുങ്ങൾ തൊട്ടടുത്ത ടാങ്കിൽ കിടക്കുന്നുണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നേരത്തെ ഈ കുഞ്ഞുങ്ങളെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റാതെ വന്നപ്പോൾ ഇതുപോലെ ഒരു നെറ്റിൽ കോരിയെടുത്തതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികളുടെ പ്രത്യേകതകളെ കുറിച്ച് ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സെപ്പറേറ്റ് സ്പീഷീസ് ആണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഓസ്പ്രോണോമസ് ലാക്ടിലാവിയസ് എന്നാണ്. സെപ്പറേറ്റ് സ്പീഷീസ് ആണ്. അതുകൊണ്ടാണ് ഇവരുടെ ബോഡി ഷേപ്പിനും സ്വഭാവത്തിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് മറ്റ് ഗൗരാമികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് ആൽബിനോ, പിങ്ക്, അതുപോലെ തന്നെ ബ്ലാക്ക്, ഇനിയിപ്പോൾ പുതിയൊരു വെറൈറ്റി പാണ്ട എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ വേറൊരു സ്പീഷീസ് ആണ്, നേരത്തെ പറഞ്ഞതെല്ലാം. അതായത് ഓസ്പ്രോണോമസ് ഗൊരാമി എന്ന് പറയുന്ന ഒരു സ്പീഷീസിന് കീഴിൽ വരുന്നതാണ്. അതിൻ്റെ പല കളർ മോർഫുകളാണ് ഈ പറഞ്ഞ ആൽബിനോ, പിങ്ക്, ബ്ലാക്ക് അല്ലെങ്കിൽ പാണ്ട എന്നൊക്കെ പറയുന്നത്. ഈ റെഡ് ടെയിൽ ഒരു ഡിഫറൻറ്റ് സ്പീഷീസ് ആണ് എന്നുള്ളത് മാത്രമല്ല, ഉള്ളതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ടെയിൽ തന്നെയാണ്. ഈ കാണുന്നത് നമ്മുടെ പിങ്ക് ജയന്റ് ഗൗരാമിയുടെ കുറച്ച് സൈസുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ നെറ്റിൽ പിടിച്ചതാണ് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പീസുകളാണ്, നല്ല ബെസ്റ്റ് ആംബിയൻസിലാണ് കിടക്കുന്നത്. പിന്നെ ഈ റെഡ് ടെയിൽ എന്ന് പറയുന്ന വെറൈറ്റി എല്ലാ ഫാമുകളിലും ബ്രീഡായി കിട്ടാറില്ല. കാരണം അത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആയതുകൊണ്ടാണ്. മറ്റ് വെറൈറ്റികളെല്ലാം ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യിക്കാനായിട്ട് പറ്റാറുണ്ട്. പക്ഷേ റെഡ് ടെയിൽ അങ്ങനെ ഈസി ആയിട്ട് ബ്രീഡ് ആവാറില്ല. എന്നാൽ ഈ ഒരു ഫാമിൽ റെഡ് ടെയിലുകൾ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ബ്രീഡ് ആയിട്ടുണ്ട്. ഈ കാണുന്നത് ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പീസുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ജയന്റ് ഗൗരാമിയുടെ കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കമൻറ്റ് സെക്ഷനിലും നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം. പിന്നെ ഈ ഫാമിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മാപ്രാണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ ഫാം ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്സ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണിച്ച ജയന്റ് ഗൗരാമിയുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഫാമിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ജയന്റ് ഗൗരാമി ഫാമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളും നമ്മൾ ഫ്യൂച്ചർ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.